വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയതോടെ പ്രചാരണം സജീവമാക്കി തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. വലിയ ആത്മവിശ്വാസമുണ്ടെന്ന് വൈഷ്ണ പറയുന്നു. സ്ഥാനാർത്ഥിക്കൊപ്പം സുനിഷ അയ്യല്ലൂർ ചേരുകയാണ്. സുനിഷ അയ്യല്ലൂർ, ഗുഡ് മോർണിംഗ്. വൈഷ്ണയ്ക്ക് ഇന്നലെ വരെ ആശങ്കകളുടെ പുലരിയായിരുന്നെങ്കിൽ ഇന്ന് പ്രതീക്ഷയുടെ അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ പുലരിയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആശങ്കയുടെ കാർമേഘങ്ങളൊക്കെ തിരുവനന്തപുരത്തെ കാലാവസ്ഥ തെളിഞ്ഞതുപോലെ തന്നെ വൈഷ്ണയുടെ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ടോ സുനിഷ ഈ പ്രഭാതത്തിൽ? സുജയ, തീർച്ചയായിട്ടും അത് കാണാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം എല്ലാം ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വൈഷ്ണ ഇപ്പോ പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. വലിയ ഓട്ടത്തിലാണ്. വൈഷ്ണ, എങ്ങനെയുണ്ട്? സന്തോഷത്തിലായോ? സന്തോഷത്തിലായി. നമ്മള് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് നമുക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. വളരെ സന്തോഷം. ആദ്യഘട്ടത്തിൽ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു അല്ലെ? കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കിട്ടി. അത് മാറി ഇപ്പൊ എന്തായാലും വളരെ സന്തോഷത്തിലാണ്. അടുത്ത ഘട്ട പ്രചരണമാണ്. വീടുകളിലൊക്കെ കയറി തുടങ്ങിയ നല്ല ഓട്ടത്തിലാണ് രാവിലെ മുതൽ തന്നെ അല്ലെ? നമുക്ക് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുന്നതാണ് പ്രധാനം. അപ്പോ ആ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ചോദിക്കോ സുനിഷ, നല്ല മുട്ടടവാർഡിൽ എത്ര വീടുകളുണ്ട്? വൈഷ്ണ എല്ലാ കണക്കും കൂട്ടിയാണ് വരുന്നത്. മുട്ടടവാർഡിൽ എത്ര വീടുണ്ട്, അതിൽ എത്ര വീട് കയറി വൈഷ്ണ? ഒപ്പമോടി സുനിഷ കിതയ്ക്കുന്നത് എനിക്ക് കേൾക്കാം. ഉറപ്പായിട്ട് സുജ ചോദിക്കുന്നതാണ് അതാണ് ഓരോ വീടുകളിലായിട്ട്. ഇന്ന് രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് പ്രചരണം ആരംഭിച്ചത്. 8-7:30 കൂടിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലേക്കും ഓടി കയറുന്ന ഒരു തിരക്കിലാണ്. ഓരോ വീടുകളിലും കയറി തന്നെ ഒന്നാമത് നേരത്തെ ഈ ഒരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് ചില വീടുകളിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. അത്തരം ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യഘട്ടത്തിൽ പ്രചരണം നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് വീണ്ടും അത് ആരംഭിച്ചത്. പക്ഷെ അങ്ങ് സജീവമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു നിലപാട്, ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് അത് അനുകൂലമാകില്ല എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ അനുകൂലമായി ഇന്നലെ ഒരു തീരുമാനം കൂടി വന്നതോടുകൂടി സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ വീടുകളിലും ഓടിക്കയറുന്നൊരു തിരക്കിലൊക്കെയാണ് ഈ സ്ഥാനാർത്ഥി ഉള്ളത് എന്ന് തന്നെ. ഈ മരപ്പാലം ഭാഗത്താണ് ഇപ്പോൾ അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇതാ പ്രചരണം ശക്തമാക്കി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഓരോ വീടുകളുമായി കയറിക്കൊണ്ട് മരപ്പാലം മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ മരപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ഓരോ വീടുകളിലായിട്ട് കയറുകയാണ്. ഇങ്ങനെ സുനിഷ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതൊന്നും അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായില്ലേ? ഒക്കെ തന്നെയും കയറും എന്നുള്ളത്. സുനിഷയ്ക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടി നടക്കണം. സുജി, ഉറപ്പായിട്ട് എനിക്കൊന്ന് ഓടി നടക്കുക മാത്രമല്ല, കൃത്യമായിട്ട് വഴികൾ കൂടി അറിയണം. ഓരോ വഴികളിലും ഇടവഴികളും ഒക്കെ ഒരുപാടുള്ള സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം എന്നുള്ളതുകൊണ്ട് മരപ്പാലത്ത് കയറി ഇറങ്ങിയതിനു ശേഷം ഒരു 3-4 ഇടവഴികളാണ്. ആ ഇടവഴികളിൽ ഒരു 3-4 വീടുകളുണ്ട്. അങ്ങനെ തിരക്കിട്ട ഓട്ടത്തിലാണ്. സ്ഥാനാർത്ഥിയാകുന്നത് ചില്ലറ കാര്യമല്ല എന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ട് സുജയ. ഓക്കെ സുനിഷ, അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ അംശു വാമദേവനെ കാണുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണം. വൈഷ്ണ സുരേഷ് എന്തായാലും ഫുൾ ചാർജിലാണ്. അപ്പോൾ അതിനോട് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ടോ? തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി NDAക്കും അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. BDJS ആണ് മത്സരിക്കുന്നത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ വൈഷ്ണയുടെ ഈ തിരിച്ചുവരവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള അപ്ഡേറ്റ് കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു സുനിഷ അയ്യല്ലൂർ.